ഗുഡ് ഈവനിങ് മിസ്റ്റർ മേനോൻ. ആ ഗുഡ് ഈവനിങ്. താങ്കൾ ഫ്രീ ആണോ അതോ ബിസിയാണോ? ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളൂ. നാളെ ഉച്ച കഴിഞ്ഞ് താങ്കൾ കുളത്തൂപ്പുഴ വീട്ടിലുണ്ടാവോ? ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആ, നാളെ അലീനയും കൂട്ടി വരാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പറയണം, മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം. ഇവിടെ ഒരു തടസ്സവും ഇല്ല. താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അലീനയെ കൊണ്ടുവരാം. ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. ഇങ്ങോട്ട് വരണ്ട. താങ്കൾ ആരാണെന്ന് ഇവിടെയുള്ളവരെ അറിയിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ശരി, അത് വേണ്ട. എനിക്ക് താങ്കളുടെ ഫാമിലിയെ പറ്റി ഒന്നും അറിയില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ടെന്നൊക്കെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അതൊന്നും ഓർത്ത് താങ്കൾ വിഷമിക്കേണ്ട. എന്ന് വെച്ചാൽ പ്രോബ്ലം ഒന്നും ഇല്ലെന്നല്ല, അതൊക്കെ സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അവിടെ താമസിക്കുന്നതിൽ അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലീന എനിക്ക് തിരിച്ചു തരണം. അവളെ കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും തിരിച്ചേൽപ്പിക്കണം. മിസ്റ്റർ മേനോൻ, എന്റെ മകളല്ലേ അലീന, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് നാളെ നേരിട്ട് കാണാം. ഫോൺ വയ്ക്കുക. ഓക്കെ. ഇറങ്ങുന്നില്ലേ മനോട്ട? ഇറങ്ങണോ? നമ്മള് പറയാനുള്ളെല്ലാം പറഞ്ഞില്ലേ? ഇല്ല, ഇനിയും ബാക്കിയുണ്ട്. ഇനി എന്താ പറയാനുള്ള? പോവാണെന്നോ? അതെനിക്ക് കേക്കണ്ട. യാത്ര പറയാൻ എന്നെ വിളിച്ചേക്കരുത്. എല്ലാരോടും യാത്ര പറയണ്ടേ? പറഞ്ഞോ. എന്നോട് വേണ്ടെന്നാ പറഞ്ഞേ. എനിക്കത് പെയിനാ. മനുവേട്ട, ഞാൻ ആരെയും ഉപേക്ഷിച്ച് പോവുകയല്ലോ. ഓക്കെ, ഞാൻ ഇറങ്ങാം. എന്നതാ പറയാനുള്ളത്? പറയാതെ കേൾക്കേണ്ട കാര്യങ്ങള്. ഞാൻ വീട്ടിനകത്തോട്ട് കയറി വന്ന് എല്ലാരോടും സംസാരിച്ച് ചിരിച്ച് നീ തരുന്ന ചായയും കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരിക്കണം. അതല്ലേ ഉദ്ദേശം? പറയാതെയും കേൾക്കാൻ പറ്റുമല്ലേ? ശരി, വാ. എന്താ? നടക്ക്. ഒരു റിഹേഴ്സൽ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ വീട്ടിലേക്ക് കയറി വരണം. ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി മനുവേട്ടനെ? ശരണ്യയുടെ വീട്ടിൽ പോയതല്ലായിരുന്നോ? ആ, ശരണ്യയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ ഞാൻ ഈ കൊഴിഞ്ഞു വീണ മാമ്പഴം പോലെ റോട്ടിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇവള് പറക്കിയെടുത്തോണ്ടെങ്കിൽ പോന്നു. അയ്യടാ, ചെളി പറഞ്ഞിട്ട് വലിയ തമാശ എന്ന വിചാരം. ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയിട്ട് വരുവാടി. അവിടെയും പോയോ? അവിടെ എന്നാ വിശേഷം? എല്ലാരോടും യാത്ര പറയണ്ടേ, അതിനു വേണ്ടി പോയതാ. അമ്മയോട് യാത്ര പറഞ്ഞോ? എല്ലാരോടും പറഞ്ഞു. എന്നിട്ട് എന്തായിരുന്നു റിയാക്ഷൻ? എല്ലാവർക്കും വളരെ സന്തോഷം. മനുവേട്ടാ, ഗുഡ് ഈവനിങ്. ആ, ഗുഡ് ഈവനിങ്. നീ എന്നെ കടന്ന് ഉറങ്ങുമായിരുന്നോ? ഓ, ചെറിയൊരു ക്ഷീണം, അത് കാരണം ചെറിയൊരു മയക്കം. മനുവേട്ടാ, എവിടെയെങ്കിലും ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ, നീ പോന്നടാ. ഞാൻ ഇപ്പൊന്നുള്ളൂ.
അലീന അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരോടും യാത്ര പറയാൻ. തിരിച്ചു കൊണ്ടുവിട്ടൊക്കെ അച്ഛൻ പറഞ്ഞു. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലോ. എല്ലാവർക്കും അത്ര സന്തോഷമായില്ല ഞങ്ങളെ, പക്ഷെ ചിലർക്ക് മാത്രം നല്ല സന്തോഷം കിട്ടിയിട്ടുണ്ട്. അലീന എവിടെ? അലീന ചേച്ചി ചായ എടുക്കാൻ കിച്ചണിലേക്ക് പോയി. ആ, അലീന പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാ ഞങ്ങളെ കാര്യങ്ങള്? അലീനയുടെ മേൽക്കോയ്മയായിരുന്നല്ലോ ഇതുവരെ. ഇനി ഞാനൊന്ന് ഭരിക്കട്ടാ. ആന്റി തിരിച്ചു വരുമല്ലോ, അപ്പൊ പിന്നെ അങ്കിളിന് ഭരിക്കാൻ സാധിക്കുമോ? ഭരണം മാറിയ വിവരം അറിയിക്കണ്ടേ? ബാലചന്ദ്രൻ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ, വീണ്ടെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ അതെല്ലാം ബാലചന്ദ്രൻ ഇനി അങ്ങ് എടുക്കും. എന്നുവെച്ചാ അച്ഛൻ അമ്മയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നല്ലേ? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് തീരാൻ വേണ്ടിയാ അലീന ചേച്ചി ഇവിടുന്ന് പോകാന്ന് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ, ഇവിടെ നിൽക്കേണ്ടവർ പോകുന്നു, ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവർ തിരിച്ചു വരുന്നു. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് ശ്രദ്ധിക്കണേ. അലീന ചേച്ചി തൽക്കാലം പോയാലും ശരി, അമ്മ തിരിച്ചു വന്ന് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോ അലീന ചേച്ചിയെ തിരിച്ചു വിളിക്കണം. അമ്മയോട് വഴക്കിടാൻ നിന്നാ ഒന്നും നടക്കത്തില്ല. നിനക്കൊന്നും അറിയില്ല മോളെ, പലതും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തുവാ വലിയ ഡിസ്കഷൻ? എല്ലാരും വാ. അച്ഛാ, മനുവേട്ടാ, ചായ കുടിക്കാം. നിനക്കൊന്നും അറിയില്ല മോളെ, പലതും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തുവാ വലിയ ഡിസ്കഷൻ? എല്ലാരും വാ. അച്ഛാ, മനുവേട്ടാ, ചായ കുടിക്കാം. നീ ഉദ്ദേശിച്ചുപോയ കാര്യങ്ങളൊക്കെ നടന്നല്ലോ അല്ലേ? ശരണ്യെ കണ്ടു, പിന്നെ കൊല്ലപ്പള്ളിക്കും പോയി. ആ, ഇന്ന് കൊല്ലപ്പള്ളിയിൽ വെടിക്കെട്ടുത്സവം കാണുമല്ലോ. അലീന പോകുന്നതിന്റെ ആഘോഷം. എന്റെ അങ്കിളെ, അലീന പോകുന്നതിൽ സന്തോഷിക്കുന്ന രണ്ടേ പേരേ ഉള്ളൂ. ഒന്നെന്റെ അമ്മ, രണ്ട് വൈജാൻറ്റി. ബാക്കി ആർക്കും യാതൊരു താല്പര്യമില്ല. വരട്ടെ, നോക്കാം. മോളെ, നിന്റെ ജാതകം മാറാൻ പോവാ. എന്റെ ജാതകം എങ്ങോട്ട് മാറാനാ? അച്ഛൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? ഗംഭീര സെറ്റപ്പിലോട്ടല്ലേ ചെല്ലുന്നത്. നിനക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരവിടെ. അത്ഭുത ദ്വീപിലെ അതിമാനുഷ്യർ എന്ന് പറയുന്ന പോലെയാണോ? ആലീസിന്റെ അത്ഭുത ലോകം ഒന്ന് തിരുത്തിയിട്ട് അലീന കണ്ട അത്ഭുത ലോകം എന്നാക്കി മാറ്റാം. ഈ അച്ഛൻ പറയുന്ന കേട്ട തോന്നും ഒരു വിദേശ രാജ്യത്തോട്ട് എന്നെ കേറ്റുവിടുവാന്ന്. ചുമ്മാ പറയുക. എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട്, കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചില രഹസ്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം. ഇതൊക്കെ അങ്കിളിലെ ചുമ്മാ ഒരു നമ്പറാണ്, വിട്ടളാ. ആ, രോഹിത്തിനെ വിളിക്കട്ടെ. ഇരിക്കും. ഭവിതയാണോടി? പിന്നെ എന്റെ ഫോണിൽ നിന്ന് ആര് വിളിക്കാനാ? എത്ര നേരം കിടന്ന് വിളിക്കണോടി? നിനക്കൊക്കെയോ താല്പര്യമില്ല, എന്നാ അങ്ങോട്ട് വിളിച്ചാലെങ്കിലും എടുക്കാൻ മേലെ. എന്റെ അമ്മേ, ഞാൻ കുളിക്കുമായിരുന്നു, അതാ ഫോൺ എടുക്കാൻ. പിന്നെ നിനക്കൊക്കെ വിളിക്കാൻ എന്നാ ഇത്ര ബുദ്ധിമുട്ട്? എല്ലാം നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിക്കണം. അമ്മയെ വിളിച്ചിട്ട് എന്തിനാ? ഒരുമാതിരി മോശം വർത്താനോ, അതിനേക്കാളും വലിയ ഗോസിപ്പ് കുറച്ചത്. ഇത് കേൾക്കാനേ എനിക്ക് ഫോണിൽ വല്ല വീഡിയോസും കണ്ടിരുന്നാ പോരെ. അത് ശരിയാ, അമ്മയുടെ സംസാരം പ്രവൃത്തിയാണല്ലോ മോശം, ബാക്കി എല്ലാവരും നല്ലവരാണല്ലോ. ഞാൻ ആരും നല്ലവരാന്നും പറഞ്ഞിട്ടില്ല,
അമ്മ മോശമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സംസാരം മോശമാന്ന് പറഞ്ഞു. മോശം കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ പറയുമ്പോ അവിടെ മേമ്പൊടി ചേർത്ത് പതപ്പിച്ച് സുഖിപ്പിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ അച്ഛൻ അറിയായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവൾക്കും അയാൾക്കും നിങ്ങൾ കൂട്ടു നിൽക്കുന്നത്. ഇതുകൊണ്ടാ, ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ ഞങ്ങൾ ആരും അമ്മയെ വിളിക്കാത്തത്. എപ്പോ വിളിച്ചാലും അച്ഛനെ കുറിച്ചും അലീന ചേച്ചിയെ കുറിച്ചും അമ്മയ്ക്ക് കുറ്റം പറയണം. ഇവര് ചെയ്തതിന് നല്ല കാര്യങ്ങളൊന്നേ അമ്മയുടെ കണ്ണിൽ പെടത്തില്ല. അത് അമ്മയ്ക്കും അതെ, ആ കമലാന്റിക്കും അതെ. നിങ്ങളുടെ കണ്ണില് നിങ്ങൾ രണ്ടുപേരും മാത്രം. ബാക്കി എല്ലാവർക്കുമേ എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ കാണും. ഇനി ഇല്ലെങ്കിലും എന്തെങ്കിലും കൊണ്ടാക്കിയെടുക്കും. ഞങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും തെറ്റിയിട്ടില്ലല്ലോ. നിന്റെ അച്ഛൻ പറഞ്ഞു വെച്ച കള്ളത്തരം പൊളിഞ്ഞില്ലേ? അതിന് നിനക്കൊന്നും പറയാനില്ലേ? അച്ഛൻ കള്ളം പറഞ്ഞെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഓ, അത് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. എന്തായാലും അമ്മയുടെ ആവശ്യപ്രകാരം അലീന ചേച്ചി ഇവിടുന്ന് പോകും. അപ്പോ അമ്മയ്ക്ക് സമാധാനാവുമല്ലോ. ആവും. എങ്കിലേ എനിക്ക് സമാധാനം ആകത്തുള്ളൂ. എറണാകുളത്ത് അവളുടെ കൂടെ നിങ്ങൾ തെണ്ടി തിന്നാൻ പോയ വീട്ടിലേക്കാണോ അവള് പോകുന്നത്? അത് അമ്മയ്ക്ക് അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഏത് കുടുംബം നശിപ്പിക്കാനാ നശിച്ചവള് പോകുന്നേന്നൊന്നറിയാന്. ഇനി പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉടനെ പോവല്ലോ. ആ പാവേ ഉടനെ തന്നെ പോകും. അയ്യോടാ പാവം, നിന്റെ അച്ഛന്റെ ഹൃദയം തകർന്നു കാണുമല്ലോ. അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ വലുത്. നീയൊക്കെ എന്നെ അറിഞ്ഞിട്ടായി പറയുന്നേ. അമ്മയെ കുറിച്ച് നല്ലോണം അറിയാവുന്ന മക്കളെ ആണല്ലോ എനിക്ക് കിട്ടിയത്. എന്റെ ഭാഗ്യം തന്നെ. അതെ, അമ്മയുടെ ഭാഗ്യം തന്നെയാണല്ലോ. അതിനുള്ള എന്തെങ്കിലും പണ്ടെങ്ങാനും ചെയ്തു വെച്ചിട്ടുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കി. അതന്നെ അടി, നീ അങ്ങനെ ഒരു വർത്താനം. ഞാനിനി ഒന്നും പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന്റെ സന്തോഷം കളയാൻ എന്റെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല. ഭാവി ദേ, നീ സൂക്ഷിച്ചു. അഹങ്കാരി. നബി, എന്തുവാ? ഈ ചായ പിടിച്ചേ. ഇതങ്ങ് പിടി പെണ്ണേ. ഇതങ്ങ് കുടിച്ചേ. മൂളിക്കൊണ്ടിരിക്കാതെ കുടിക്കേ. എന്ത് പറ്റി മുഖത്തെത്ര ദേഷ്യം? ആരാ എന്റെ കൊച്ചിനെ ദേഷ്യക്കാരിയാക്കേ? അമ്മ. അയ്യേ, മാഡം എന്തെങ്കിലും പറഞ്ഞതിനാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്? പിന്നെ കേക്കാൻ നല്ല സുഖമാണല്ലോ. ചേച്ചി ചിരിച്ചോ? ചിരിക്കാലോ, ഇവിടുന്ന് പോകുവാണല്ലോ. ഇനി ഇതൊക്കെ എന്നല്ലേ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. മാഡം പറയുന്നത് മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളാ. ഈ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്നു വിചാരിച്ച് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തുന്ന പോലെ. നോക്കിയതൊക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോ ചെയ്യുന്നതും പറയുന്നതൊക്കെ മാഡവും ചെയ്യുന്നുള്ളൂ. അതിന് നീ മാഡത്തോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. എത്രയൊക്കെ സഹിച്ചിരുന്നാലും ചേച്ചി, ഒരു പരിധി വിട്ടാലേ എനിക്ക് കേട്ടിരിക്കാൻ പറ്റത്തില്ല. അവരെന്തൊക്കെ പറഞ്ഞാലും അവരോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. അച്ഛനോടും അമ്മയോടും അങ്ങനെ സംസാരിക്കാനേ പാടില്ല. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സാരല്ല, പോട്ടെ.
ബബിതേ, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴേ നമ്മൾ അയാളെ ആക്രമിക്കുക ചെയ്യുന്നത്. ആയുധം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ആക്രമിക്കുന്നില്ലെന്നേ ഉള്ളൂ. ശാരീരികമായി മുറിപ്പെടുത്തുന്നില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുറിവുകളാ കൊടുക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്ന ആള് ഇനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ? അനീതിയല്ലേ നമ്മൾ അവരോട് കാണിക്കുന്നത്? നമ്മൾ പറയുന്നതിന്റെ കടുപ്പം നമുക്ക് മനസ്സിലാവാത്തതും അവരുടെ മനസ്സിൽ നമ്മളോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താ. അതുകൊണ്ട് നിന്റെ ദേഷ്യം നീ കുറയ്ക്കണം. എനിക്കറിയത്തില്ലെന്നേ, എനിക്കെന്നാ പെട്ടെന്ന് ദേഷ്യം വരുന്നേന്ന്. ഇനി അവരുടെ ദേഷ്യമുള്ളോണ്ടാണോ, അതോ കൃഷ്ണ പറയുന്ന പോലെ ഞാൻ അഹങ്കാരിയായോണ്ടാണോ? എനിക്കറിയത്തില്ല. അവള് പറഞ്ഞോ നീ അഹങ്കാരിയാണെന്ന്? എന്നാ അതെനിക്കറിയണല്ലോ. കൃഷ്ണേ, കൃഷ്ണമോളെ, ഇനി അവളുടെ വായന്ന് എന്നെ കേൾപ്പിക്കണം. അവൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എനിക്കതൊന്നും അറിയണമല്ലോ. കൃഷ്ണ, ഇവിടെ റൂം സർവീസ് ഒക്കെ ഉണ്ടോ? കൊള്ളാലോ പരിപാടി. കുറച്ചുനാള് റൂം സർവീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ടാട്ടോ. അവളെവിടെ കൃഷ്ണ? അവളുടെ ഡാൻസ് സ്കൂളിൽ ആരാണ്ടോടോ കത്തി അടിച്ചോണ്ട് മുൻവശത്തിരിപ്പുണ്ട്. എന്തേലും സഹായം വേണോ? ആ, അവള് പറഞ്ഞെന്ന് ബബിതയ്ക്ക് അഹങ്കാരമാണെന്ന്. അതൊന്ന് ചോദിക്കണം. അതിനാണ് അവളെ വിളിച്ചേ? ഈ സിമ്പിൾ മാറ്റർ. വെറുതെ. ഇത് ഞാൻ പറഞ്ഞുതരാലോ. എന്നാ പറ. സംശയം എന്നാ അഹങ്കാരത്തിന്? കയ്യും കാലും വെച്ചവളല്ലേ ഇവള്. ഇവളെ പോലൊരു അഹങ്കാരി ഈ ദേശത്തില്ല. രോഹിയേട്ടാ, ഓ, ഞാൻ ഈ പറഞ്ഞൊക്കെ എവിടെയും വിളിച്ചു പറയും. സത്യത്തിന്റെ മുഖം മറച്ചു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഏ, കിടന്നില്ലായിരുന്നോ? കിടന്നതാ, ഉറക്കം വന്നില്ല. അച്ചടാ, എന്താ ഉറക്കം വരാത്ത? എനിക്ക് അറിഞ്ഞൂടാ. അലീന ചേച്ചി നാളെ പോവാന്ന് ഓർക്കുമ്പോ ചങ്കില് വല്ലാത്തൊരു വിഷമം. അങ്ങനൊന്നും വിഷമിക്കണ്ട. ഞാൻ ഇടയ്ക്ക് വരുമല്ലോ. നമ്മള് ഫോണിൽ വിളിക്കും, വീഡിയോ കോളിൽ കാണും. അപ്പൊ ഞാൻ പോയിന്ന് തോന്നത്തേ ഇല്ല. എന്നാലും ചേച്ചി വീട്ടിലില്ലല്ലോ. അകത്തേക്ക് വാ. ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി കേട്ടോ. അപ്പൊ വിഷമൊക്കെ മാറും.
നമുക്ക് നേരം വെളുക്കുന്നവരെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാം. ചേച്ചി പോയാ ഇവിടെ എല്ലാം ശരിയാവൂ? അമ്മ തിരിച്ചു വരുമായിരിക്കും. അമ്മ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഴയതുപോലെ ഇവിടെ ജീവിക്കും. അത് ചേച്ചിയുടെ ആഗ്രഹം മാത്രല്ലേ? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ ഇവിടെ അടങ്ങി നിൽക്കുന്നത്? ഞാനുള്ളത് കൊണ്ടാണോ? നിങ്ങളെല്ലാരും നല്ല കുട്ടികളായതുകൊണ്ടല്ലേ? അല്ല ചേച്ചി, ചേച്ചിയുടെ മുമ്പിൽ ചെറുതാവാൻ വയ്യാത്തത് കൊണ്ടാ. അച്ഛൻ വലിയൊരാളല്ലേ ചേച്ചിയുടെ മനസ്സിൽ. അച്ഛനെ ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത ഒരുപാട് സംഗതികൾ അറിഞ്ഞിട്ടും അതെല്ലാം മനസ്സിലടക്കി വച്ചിരിക്കുന്നത് ആരോർത്തിട്ടാ? നമ്മളെല്ലാരും പിരിഞ്ഞു പോകേണ്ടവരല്ലേ? ഓരോരോ ദിക്കിലോട്ട്. ഇന്നല്ലെങ്കിൽ നാളെ. എനിക്ക് ചേച്ചിയുടെ കൂടെ വന്നാ മതിയായിരുന്നു. എന്നെ കൂടെ കൊണ്ടുപോവോ? എങ്ങോട്ടാ പോകുന്നേ? കുളത്തൂപ്പുഴ. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ ഈ ദിവസം? അതിന് ഞാനും ബബിതേച്ചും ഉണ്ട് ഇവിടെ. എടി മോളെ, ഞാനല്ലേ എന്നും. ഇന്ന് വേണ്ടാന്നാ പറഞ്ഞേ. ചേച്ചി ഇവിടുന്ന് പോകാനിരിക്കുമല്ലേ? ആണോ? എന്നെ ഒഴിവാക്കുകയാണോ? ആരെ ഇട്ടിട്ട് പോണേന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊന്നും പറയണ്ട.